ഹായ്, ടീ ടൈമാണ്. ടീ ടൈം എന്ന് പറയാൻ പറ്റില്ല, 5:45. ചായ ഓർഡർ ചെയ്ത് ചായ വാങ്ങിച്ചു. പിന്നെ കടി മറ്റേ സുഖിയനില്ലേ, എനിക്ക് ശർക്കര വെച്ച സുഖിയന ഇഷ്ടം. ഇത് പഞ്ചസാരയാണ്. എൻ്റെ അമ്മയുടെയൊക്കെ ചെറുതിലും മുതൽ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും ചായക്കട ഉണ്ടായിരുന്നു. ഹോട്ടൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ വർഷമാകുമ്പോൾ പിന്നെ കുറച്ച് ചായക്കടയായി. ലാസ്റ്റ് പൊറോട്ട എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കപ്പ, ബീഫ്, അങ്ങനെ ഉച്ചയ്ക്ക് ഊണം. പിന്നെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവർക്ക് പ്രായമായി, പിന്നെ കുറഞ്ഞു ഇപ്പോൾ ഒരു 8 വർഷമായി നിർത്തിയിട്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന പൊറോട്ട ഉണ്ടായിരുന്നു. പൊറോട്ടയ്ക്കുള്ള കറികളും പിന്നെ ഈ കടികൾ, സ്നാക്സ് ഐറ്റംസുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ചാൽ സുഖമില്ലാണ്ടായിട്ട് അതിപ്പോൾ നിർത്തി. എൻ്റെ മുന്നേ ഒരു 1.5-1.25 വയസ്സൊക്കെ ആയപ്പോഴത്തേന് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. വിളിച്ചാൽ സുഖമില്ലാണ്ടായിട്ട് എല്ലാ സ്നാക്സും വെലുമിച്ചായിരുന്നു കുക്ക് ചെയ്യുന്നത്. ഈ സ്നാക്സ് എല്ലാം സൂപ്പറായിട്ടുണ്ടാക്കും. നല്ല ക്രിസ്പി, നമ്മുടെ ആരിയാസിലൊക്കെ വാങ്ങുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, ഞാൻ എപ്പോഴും പറയും എനിക്കൊരു ഹോട്ടലുണ്ടോയെന്ന്. ചിലപ്പോൾ ആ ഒരു ഇതെൻ്റെ മൈൻഡിലുള്ളതുകൊണ്ടായിരിക്കും. എൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് പൊറോട്ടയൊക്കെ കഴിക്കും. വെളുമിച്ച് എല്ലാ സ്നാക്സും ഉണ്ടാക്കും. പിന്നെ കല്യാണത്തിനൊക്കെ ഉള്ള ഓർഡേഴ്സ്, ഈ നമ്മുടെ ഇവിടെയൊക്കെ കല്യാണത്തിന് വിരുന്ന് വിളിക്കൊക്കെ വൈകുന്നേരം വരുമ്പം അന്നൊക്കെ പൊറോട്ടയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ഓർഡേഴ്സൊക്കെ കൊടുക്കുമായിരുന്നു. അത്യാവശ്യം ഒരു കുറേ വർഷം എൻ്റെ അമ്മയുടെ ചെറുതിലേ മുതലുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് ഇല്ല, എന്നാലും ഇവിടുത്തെ കുഴപ്പമില്ല. വെല്ലുമിച്ചി ഉണ്ടാക്കുന്ന ഇതിനകത്ത് സുഖിയന ശർക്കരയാണ്. അത് ഭയങ്കര വേറെ ടേസ്റ്റാണ്. എനിക്ക് ചെറിയൊരു തട്ടുകട സെറ്റപ്പിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്നെ നിരുത്സാഹപ്പെടുത്തും എല്ലാവരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുന്നത്. വളരെ കിട്ടും നോക്കാൻ സമയമുണ്ടല്ലോ. എനിക്ക് ചെറിയൊരു തട്ടുകട സെറ്റപ്പിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്നെ നിരുത്സാഹപ്പെടുത്തും എല്ലാവരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുന്നത്. വളരെ കിട്ടും നോക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പം കുറേ ലേഡീസ് അങ്ങനെ ഇടുന്നുണ്ട് ഈ തട്ടുകട പോലൊക്കെ. എറണാകുളം മാത്രമല്ല, ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ണൂരിൽ നിന്നപ്പോൾ കണ്ണൂർ 2 കുട്ടികൾ നിന്നിട്ട് അവർ ഈ പാൻ കേക്ക്, ചായ, പിന്നെ ഉന്നക്കായ, അങ്ങനെയൊക്കെ മുസ്ലിംസിൻ്റെ സ്നാക്സ് ഉണ്ട്. അത് കണ്ണൂർ ഒരു